ഒരു സന്യാസി വഴിതെറ്റി കാട്ടിലൂടെ അലയുകയായിരുന്നു. വനാതിർത്തിയിലെത്തിയപ്പോൾ ഒരാൾ ഒരു വീട് തുറക്കുന്നത് അദ്ദേഹം കണ്ടു. സന്യാസി അയാളോട് ചോദിച്ചു, "എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം കിട്ടുമോ?" അയാൾ പറഞ്ഞു, "ഇവിടെ അത്തരം സ്ഥലങ്ങളൊന്നുമില്ല. ഞാനൊരു കള്ളനാണ്. സമ്മതമാണെങ്കിൽ എൻ്റെ കൂടെ പാർക്കാം." സന്യാസി സമ്മതിച്ചു. 1 മാസത്തോളം അയാളുടെ കൂടെ താമസിച്ചു. എല്ലാ രാത്രിയിലും കള്ളൻ മോഷണത്തിന് പോകും. തിരിച്ചു വരുമ്പോൾ സന്യാസി ചോദിക്കും, "ഇന്ന് എന്തെങ്കിലും കിട്ടിയോ?" കള്ളൻ പറയും, "ഇന്നൊന്നും കിട്ടിയില്ല, പക്ഷേ നാളെ ഉറപ്പായും കിട്ടും." 1 മാസം ഇങ്ങനെ തുടർന്നു. സന്യാസി നാട്ടിൽ തിരിച്ചെത്തി. ധ്യാനം തുടങ്ങി. ലക്ഷ്യം നേടുന്നതുവരെ മടുപ്പില്ലാതെ അദ്ദേഹം ധ്യാനം തുടർന്നു. അവസാനം സന്യാസി തിരിച്ചറിഞ്ഞു, കള്ളനായിരുന്നു തൻ്റെ ഗുരു. എല്ലാവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാകും. ഗുരുവിനുണ്ടാകേണ്ടത് രൂപഭാവങ്ങളല്ല, അറിവും ആത്മശക്തിയുമാണ്. കണ്ടുമുട്ടുന്ന ആരിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനും ജീവിതം ക്രമപ്പെടുത്താനും തയ്യാറായാൽ ഗുരുക്കന്മാരെ തേടി മലനിരകളിലേക്കും മരുഭൂമികളിലേക്കും പോകേണ്ട കാര്യമില്ല. അനുദിന ജീവിത അനുഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾക്ക് പാഠശാലകളിൽ നിന്ന് ലഭിക്കുന്ന അറിവിനേക്കാൾ ആഴവും പ്രായോഗികതയും ഉണ്ടാകും. സ്ഥിരോത്സാഹത്തിനു പകരം വയ്ക്കാൻ കഴിയുന്ന മറ്റൊന്നുമില്ല. ദൃഢനിശ്ചയത്തോടെ കർമ്മം ചെയ്താൽ ഏത് കാര്യവും സാധിക്കും നിശ്ചയം. ആരും പരിപൂർണരല്ല. വഴിതെറ്റാം, പരാജയപ്പെടാം, അലഞ്ഞുതിരിയാം. ആരും അനർഹമോ അനഭിമതമോ അല്ല. അയോഗ്യരെന്ന് നാം കരുതുന്നവരാകാം അവസാനം അത്താണിയാകുന്നത്.